സൗദിയെ ആക്രമിക്കുമെന്ന് ഹൂത്തികൾ. 2022 വെടിനിർത്തലിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഹൂത്തികൾ സൗദി അറേബ്യക്ക് നേരെ ആക്രമണം നടത്തും എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചത്. അതിനാസ്പദമായിരിക്കുന്ന സംഭവത്തെക്കുറിച്ചുള്ള വിശദീകരണ കുറിപ്പും അവർ പുറത്തിറക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം യമന്റെ വ്യോമാതിർത്തി സൗദി ലംഘിച്ചു എന്നാണ് ഹൂത്തികളുടെ ആരോപണം. ഒരു ഇറാനിയൻ സിവിലിയൻ വിമാനം സന വിമാനത്താവളത്തിൽ ഇറങ്ങുന്നത് തടയാൻ സൗദി യുദ്ധവിമാനം ശ്രമിച്ചു എന്ന് ഹൂത്തികൾ ആരോപിക്കുകയും അതിനാസ്പദമായിരിക്കുന്ന തെളിവുകൾ നികത്തുകയും ചെയ്തു. ഇത്തരം സംഭവം ഇനിയും ആവർത്തിച്ചാൽ സൗദിയുടെ വിമാനത്താവളവും സാമ്പത്തിക മേഖല, കര, കടൽ അടിസ്ഥാനമാക്കുന്ന ഏരിയകൾ ഇവ ലക്ഷ്യമാക്കിക്കൊണ്ട് ഹൂത്തികൾ ആക്രമിക്കും എന്നാണ് സൗദി അറേബ്യക്ക് ഹൂത്തികളുടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതിന് മറുപടിയായിട്ട് സൗദി അറേബ്യ പറയുന്നത് യമന്റെ പരമാധികാരം ലംഘിക്കരുത് എന്നും അത് ലംഘിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തങ്ങൾ ആക്രമിക്കുക എന്ന പരാമർശമല്ല, നിരീക്ഷിക്കുക എന്നാണ് പറഞ്ഞത്. നിരീക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്ന തരത്തിൽ അവർ പ്രതികരണം നടത്തുകയും ചെയ്തു. നമുക്കറിയാം, യമൻ എന്ന് പറയുന്ന രാജ്യത്ത് ആ രാജ്യത്തിലെ ഭരണ സംവിധാനം ഒരു പക്ഷത്തും വിമതപക്ഷമായിരിക്കുന്ന ഹൂത്തികൾ മറുപക്ഷത്തുമുള്ള ഒരു വലിയ ഏറ്റുമുട്ടലുകൾ ഒരുപാട് കാലം അവിടെ നടന്നിട്ടുണ്ട്. തലസ്ഥാനമായിരിക്കുന്ന സെന വരെ ഇപ്പോൾ ഹൂത്തി വിഭാഗത്തിൻ്റെ കൈവശത്തിലാണ്. അതുകൊണ്ടാണ് ചെങ്കടലിൻ്റെ അതിർത്തി പങ്കിടുന്ന മേഖലയെല്ലാം അവരുടെ നിയന്ത്രണത്തിലായത് എന്ന് ചുരുക്കം. നിലനിൽക്കുന്ന ഗവൺമെൻറ് സംവിധാനത്തെ പിന്തുണക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യയും UAE-യും അമേരിക്കയും അടക്കം ഉള്ള രാജ്യങ്ങൾ. വിമതപക്ഷമായിരിക്കുന്ന ഒരു ബദൽ സംവിധാനമായിരിക്കുന്ന ഹൂത്തി